ഹായ് ഗൈസ്, ഇന്ത്യയും പാകിസ്ഥാനും ഒരു ടെൻഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ പാകിസ്ഥാനിലുള്ള മന്ത്രിമാരെല്ലാം തന്നെ ഏറ്റവും പ്രൊവോക്കേറ്റീവായി പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ആണവായുധമുള്ള രാജ്യമാണ്, ഇന്ത്യ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊവോക്കേഷൻസ് നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആണവായുധം ഉപയോഗിക്കും. അതിലും അവരുടെ റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞ കാര്യമാണ്, 130 ആണവായുധം ഇന്ത്യക്കെതിരായി മാത്രം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒരു രീതിയിൽ പ്രൊവോക്കേറ്റീവ് ഇത് വരികയാണെങ്കിൽ ഞങ്ങൾ അത് മൊത്തമായിട്ടും ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അത് പോസിബിൾ ആണോ, പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ഒരു ആണവായുധ യുദ്ധം തുടങ്ങാൻ സാധ്യതകളുണ്ടോ, അതിന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്, അങ്ങനെ ഒരു യുദ്ധം തുടങ്ങാൻ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കും, ഇന്ത്യക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഫുൾ കാര്യങ്ങളെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിരിക്കും, കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ കണക്കനുസരിച്ച് പാകിസ്ഥാന്റെ അടുത്ത് 170 ആറ്റോമിക് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉള്ളതായിട്ടാണ് പറയുന്നത്. നമ്മുടെ അടുത്ത് 172, അതിൽ 130 ഇന്ത്യക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ടല്ലോ അവര്. അപ്പോൾ ബാക്കി 40 ആർക്ക് വേണ്ടിയാണെന്ന് അറിയില്ല. അപ്പോൾ പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ശക്തി നോക്കുകയാണെങ്കിൽ ഈ 170 എന്ന് പറയുന്ന ഒരു ആണവായുധം ഓരോന്നും 12 കിലോ ടൺ വെയിറ്റ് ആണ് ഉള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു ഹിരോഷിമയിൽ ഡ്രോപ്പ് ചെയ്ത് ആ ഒരു ബോംബിന്റെ ഏകദേശം ഈക്വൽ ആയിട്ട് വരും ഓരോ ആണവായുധം. അപ്പോൾ അവിടെ ഉണ്ടാക്കിയ അതേ എഫക്റ്റ് തന്നെയാണ് ഇവരുടെ ഓരോ ഡ്രോപ്പും എവിടെ ഉണ്ടാക്കുന്നോ അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തുള്ള മിസൈൽ എന്ന് പറയുന്നത് അപ്പോൾ ഷാഹിൻ 3 ആണ് അവരുടെ അടുത്തുള്ളത്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 200 to 1500 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ അവരുടെ സർഗോദ എന്ന് പറയുന്ന ആ ഒരു മിസൈൽ സെന്ററിൽ നിന്ന് അവരുടെ ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ആയി പോകുകയാണെങ്കിൽ നമ്മുടെ ഡൽഹിയിൽ വന്ന് വീഴും, ഡൽഹി കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ആവും. ഇനി അത് ലോങ് റേഞ്ച് ആയിട്ട് പോകുകയാണെങ്കിൽ ബീഹാറിലോട്ട് പോവുകയും ബീഹാർ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും അവരുടെ ആണവായുധം കൊണ്ട്. ഇതാണ് ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. ഇനി പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്ന അവരുടെ ഷാഹിൻ 3 വെച്ച് തന്നെ അവർക്ക് ഇസ്രായേലിനെ അടക്കം കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും, അത്രമാത്രം പവർഫുൾ ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ആണവായുധത്തിന്റെ ടോട്ടൽ ശക്തി എന്ന് പറയുന്നത്. ഇനി ഇത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയും 3 കാര്യങ്ങളാണ് അവർ നോക്കേണ്ടത്. ഒന്ന്, ഇന്റേണൽ രീതിയിൽ അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. 2, ഇന്റർനാഷണൽ രീതിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. ഈ 3ാമത്തെ കാര്യം എന്താ വെച്ചാൽ പാകിസ്ഥാന്റെ അണുവായുധത്തിന് ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവർ അണുവായുധം പെട്ടെന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലോഞ്ചിങ് നടക്കുന്നതിന് മുമ്പേ ഇന്ത്യക്ക് ടാക്കിൾ ചെയ്യാനും പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ പാകിസ്ഥാന്റെ അണുവായുധം എങ്ങനെയാണ് കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. 1 മിനിറ്റ് കൊണ്ട് നമുക്കത് നോക്കാം. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അണുവായുധം ആയത് 1971 യുദ്ധം കാരണമാണ്. നമ്മൾ ആ യുദ്ധം ചെയ്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യമായി പിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 1974 ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ നടത്തി. നമ്മളൊരു അണുവായുധ ടെസ്റ്റിന്റെ ഒരു പ്രീ മെച്യൂർ സ്റ്റേജിലോട്ട് എത്തി. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ചൈനയും അതുപോലെ തന്നെ US-നെല്ലാം തന്നെ ഒരു ചെറിയൊരു ഗിൽറ്റ് ഫീലിംഗ്, അല്ലെങ്കിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ 1971 യുദ്ധത്തിൽ USSR ഇന്ത്യക്ക് ഫുൾ ബാക്കപ്പാണ് കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ ആ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് രാജ്യമായി പിരിച്ചു കൊടുക്കുകയും ചെയ്തു. കൂടാതെ പാകിസ്ഥാൻ ഇന്ത്യയിലൂടെ നടത്തിയ എല്ലാ യുദ്ധങ്ങളും തോൽവിയിലായിരുന്നു കൊണ്ടുപോയി നിർത്തുകയും ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ ഒരു സൗത്ത് ഏഷ്യൻ്റെ കംപ്ലീറ്റ് ഡോമിനൻസ് ഇന്ത്യയിലോട്ട് പോകുമെന്ന് ചൈനയ്ക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് പോകരുത് എന്ന് അവർ വിചാരിച്ചു. അതുമാത്രമല്ല, ഇന്ത്യ ഒരു അണുവായുധമായി കഴിഞ്ഞാൽ അന്ന് USSRും ചൈനയും അത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ലായിരുന്നു, ഇവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ പോകുകയാണെങ്കിൽ ഇന്ത്യക്കും അണുവായുധം കിട്ടും, USSRനും കിട്ടും. ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒബ്വിയസ്ലി വലിയൊരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും മുന്നോട്ട് പോയത്. അപ്പോൾ ഒരു അണുവായുധം ഉണ്ടാക്കണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഫണ്ടിങ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതിന് പാകിസ്ഥാന് ഫണ്ടിങ് ചെയ്ത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ലിബിയയും സൗദി അറേബ്യയും. ഈ 2 രാജ്യങ്ങളാണ് മാക്സിമം ഫണ്ടിങ്ങും ഈ അണുവായുധത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചത്. കാരണം ഇസ്ലാമിക് രാജ്യമാണ്, കോപ്പറേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ന്യായീകരണം പറയാം. അതിൻ്റെ പിന്നിൽ പോകുകയാണെങ്കിൽ കുറേ ഡീറ്റെയിൽസ് പറയണം. അപ്പോൾ അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. അത് കഴിഞ്ഞ് ഈ ഫണ്ടിങ് മാത്രം മതിയോ? യുറാനിയം എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ പാകിസ്ഥാനി സയൻറ്റിസ്റ്റ് പുറത്തുനിന്ന് ഈ യുറാനിയം എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു ടെക്നോളജി അവർ അവിടുന്ന് ലീക്ക് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ യുറാനിയം എക്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ യുറാനിയം എക്സ്ട്രാക്ട് ചെയ്ത് ഫണ്ടിങ് കിട്ടി. ഇനി ഇത് മതിയോ? ഇതിന് വേണ്ട ഒരു ഡിസൈനാണ് വേണ്ടത്. ഈ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ചൈനയാണ് വരുന്നത്. ചൈനയ്ക്ക്, കാരണം പാകിസ്ഥാൻ എങ്ങനെയും ഒരു അണുവായുധം കിട്ടിക്കഴിഞ്ഞാൽ ചൈനയ്ക്കും പാകിസ്ഥാനും ഈക്വലായിട്ട് ഇന്ത്യനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയുടെ ഡിസൈൻ തന്നെ പാകിസ്ഥാന് കൊടുക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാന് ഇത് മൂന്നും കിട്ടി. പക്ഷെ ഇത് മൂന്നും മതിയോ എന്ന് വെച്ചാൽ അതുപോലെ ഇതിനായിട്ട് ഒരു മിസൈൽ വേണം. അതായത് ഈ മിസൈൽ ഉണ്ടെങ്കിൽ മാത്രമോ ഇതിനെ എടുത്തു കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ അടുത്ത് അഗ്നി 5 എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് വേണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യയും അതുപോലെ തന്നെ നോർത്ത് കൊറിയയും അത്ര വലിയ റിലേഷനിലൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചു ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നോർത്ത് കൊറിയയ്ക്കാണെങ്കിൽ ലോകം മൊത്തം റെസ്ട്രിക്ഷൻസും ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പൈസ കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു മിസൈൽ വാങ്ങുകയാണ്. അന്ന് നോർത്ത് കൊറിയ പൈസ വാങ്ങി ആ മിസൈൽ കംപ്ലീറ്റ് ആയിട്ടും പാകിസ്ഥാന് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഇത് മൊത്തം അച്ചീവ് ചെയ്ത് പാകിസ്ഥാൻ ഒരു ആണവായുധ രാജ്യമായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ഒരു ഷോർട്ട് സ്റ്റോറി. ഇതിന് പിന്നോട്ട് പോകുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് ഒരു ദിവസം നമുക്ക് നോക്കാം. ഇനി പാകിസ്ഥാന് ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിന് 3 ചോദ്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ഇന്റേണൽ പരമായിട്ട് പാകിസ്ഥാനുള്ള പ്രശ്നം, രണ്ടാമത്തേത് ഇന്റർനാഷണൽ പരമായിട്ട്, മൂന്നാമത്തേത് ഇതിന് ലീഗൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ഒരു അണുവായുധത്തിൻ്റെ ഉള്ള ഒരു ചെറിയൊരു ട്വിസ്റ്റും. അപ്പോൾ ഇത് 3 നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഒന്നാമതെന്ന് വെച്ചാൽ ഇന്റേണൽ പരമായ പ്രശ്നം. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു യുദ്ധം ഇന്ത്യയുമായി നടത്താനുള്ള ഒരു താല്പര്യവുമില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ചാനൽ മാത്രം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിഞ്ഞാണ്. അതായത് ഇതുവരെ തന്നെ 1000-ലും അധികം അവരുടെ സ്വന്തം സോൾജേഴ്സ് സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾ കൊന്നുകളയുകയാണ് ഉണ്ടായിരുന്നത്. അതായത് ബൾച്ചിസ്ഥാൻ ഒരു സെപ്പറേറ്റ് രാജ്യമായി മാറണമെന്ന് അവരുടെ ആവശ്യം കുറേ വർഷങ്ങളായിട്ടുണ്ട്. ഇനി സിന്ധിനും ഇതേപോലെ ആവശ്യമുണ്ട്. ഇനി POK ഉള്ള പ്രശ്നം അവർക്ക് രാജ്യമാവണോ എന്നുള്ളതല്ല. കാരണം ഒന്നെങ്കിൽ അവർക്ക് പാകിസ്ഥാനൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ ഇന്ത്യനൊപ്പം നിൽക്കാം. ഇതാണ് അവരുടെ പോസിബിലിറ്റി. പക്ഷേ അവിടെയുള്ള മിനറൽസ് മൊത്തമായിട്ടും ഈ പാകിസ്ഥാൻ ഊറ്റിയെടുത്തുകൊണ്ട് അവർക്കൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. ഇനി അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് ആ ഒരു ബോർഡർ പ്രശ്നമുണ്ട്, തെഹ്രീക്ക് താലിബാന്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഈ സിന്ധിലും പഞ്ചാബിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ പഞ്ചാബികളാണ് പാകിസ്ഥാന്റെ മാക്സിമം ജോലികളും അവർ ഏറ്റെടുക്കുന്നത്. അതായത് ആർമിയിലായിക്കോട്ടെ, അങ്ങനെ ഏത് കാര്യത്തിലോട്ട് പോകുകയാണെങ്കിലും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കാരണം പാകിസ്ഥാൻ തന്നെ ഒരു യുദ്ധം ഏതെങ്കിലും രാജ്യത്തിനോട് പോകുകയാണെങ്കിൽ അതൊരു വലിയൊരു സ്പ്ലിറ്റിലോട്ട് പോകും. അത് പാകിസ്ഥാൻ സ്പ്ലിറ്റ് ആകും എന്ന് നല്ല വ്യക്തത അവിടെയുള്ള ഗവൺമെന്റിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ആണവായുധം എല്ലാം വെച്ച് മറ്റു രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇന്ത്യനെല്ലാം പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം ഇന്റർനാഷണൽ ലെവൽ. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു അറ്റാക്ക് നടന്ന് ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഒരു ഡിസ്കഷനിലോട്ട് വന്നിട്ട് ഇതിനു മുമ്പ് തന്നെ ഇന്ത്യനെ ഒരു പ്രഷറൈസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലോട്ട് കൊണ്ടുവരികയായിരുന്നു. കാരണം ഇന്ത്യയുടെ പൊസിഷൻ അന്ന് വളരെ താഴെയായിരുന്നു. പാകിസ്ഥാനും പാകിസ്ഥാനും അമേരിക്കയുമായിട്ട് ഒരു നല്ല ബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ അതായത് പാകിസ്ഥാൻ ചൈനയുമായിട്ട് അടുക്കും തോറും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് US മെല്ലെ പാകിസ്ഥാനെ കൈവിടാൻ തുടങ്ങി. അതുമാത്രമല്ല ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടിയുകൊണ്ട് തന്നെ ചൈനയെ ടാക്കിൾ ചെയ്യാൻ ഇനി പാകിസ്ഥാൻ പറ്റില്ല, അതിന് പകരമായിട്ട് ഇന്ത്യനെ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് മെല്ലെ US മാറിക്കൊണ്ടിരിക്കുകയാണ്. US അറിയാം ഇന്ത്യനെ കൂടുതലായിട്ടും പിന്തുണയ്ക്കുകയാണെങ്കിൽ അതും വലിയൊരു പ്രശ്നമുണ്ടെന്ന്. പക്ഷെ എങ്കിലും ഇപ്പോൾ ചൈനയെ ടാക്കിൾ ചെയ്യാൻ ഒരു രാജ്യം വേണം. അവർ അതിന് ഇപ്പോൾ തൽക്കാലം നമ്മളെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം പാകിസ്ഥാനിലെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റ് ചെയ്താൽ തന്നെ പാകിസ്ഥാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് ആയിട്ടും വഷളാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും ഇസ്ലാമിക് കോപ്പറേഷൻ്റെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ടും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് അതായത് ഇന്ത്യ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, ഇതിനെതിരെ കണ്ടംപ്റ്റ് ചെയ്യണമെന്ന്. ഒറ്റ രാജ്യം പോലും അതിനെതിരെ മുന്നോട്ട് വന്നില്ല. ഇതൊരു പ്രശ്നം. ഇനി ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ചൈനയും ടർക്കിയും ഒഴിച്ച് ബാക്കി ഒരു രാജ്യങ്ങളും ഡയറക്റ്റ് സപ്പോർട്ടുമായിട്ട് പാകിസ്ഥാനിലോട്ട് വന്നിട്ടില്ല. അതായത് ഇവരും ഇൻഡയറക്റ്റ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഗ്ലോബൽ ഇമേജ് താഴോട്ട് വന്നിരിക്കുന്നു. പക്ഷേ ഇന്ത്യയാണെങ്കിൽ ലോകത്തുള്ള പല രാജ്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമായ സിറ്റുവേഷനാണ് കൊടുത്തിരിക്കുന്നത്. റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും ആരാണ് ഇന്ത്യയുമായിട്ടുള്ള കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് അവർ രണ്ടിലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഗ്ലോബൽ ലെവൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പൊസിഷൻ വളർന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇന്റർനാഷണൽ ലെവലിൽ ഒരു അണുവായുധത്തിന് പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം അത്രമാത്രം പ്രഷറാണ് അവർക്കെതിരെ ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് ലോകത്തുള്ള 5 രാജ്യങ്ങൾ ഒഴികെ, അതായത് US, ചൈന, റഷ്യ, ഫ്രാൻസ്, UK, ഈ 5 രാജ്യങ്ങളുടെ അണുവായുധം മാത്രമാണ് മേറ്റഡ് അണുവായുധം. മറ്റതെല്ലാം തന്നെ നോൺ മേറ്റഡ് ആണ്. അതായത് അവർക്കൊരു അണുവായുധം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യം അവരുടെ അതായത് ബോംബ് അണുവായുധ ഫെസിലിറ്റിയിൽ നിന്ന് അത് എടുത്തു കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്ത്, അതായത് അണുവായുധം ലോഞ്ച് ചെയ്യുന്ന സൈറ്റിൽ കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്ത് അവിടുന്ന് അത് അസംബിൾ ചെയ്തുകൊണ്ട് ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഏതെങ്കിലും ഒരു മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷൈൻ 3 അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലോട്ട് വിടണം. അപ്പോൾ ഇത് വെറും സെക്കൻഡുകളോ മിനിറ്റുകളോ കൊണ്ട് എടുക്കുന്ന പണിയല്ല.
ഇത് കുറേ മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഈ അസംബിൾ പ്രോസസ്സ് എല്ലാം നടക്കുകയുള്ളൂ. ഇന്നാണെങ്കിൽ ലോകം മൊത്തം സാറ്റലൈറ്റ് ആണ്, ഒന്നും തന്നെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ അവരെന്തെങ്കിലും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ അറിയാനും പറ്റും, നമുക്കതിനെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഒരു സിംഗിൾ ബട്ടൺ കൊണ്ട് ഇവിടെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ US-ന്റെയും ഇത് അതുപോലെ തന്നെ റഷ്യൻ്റെ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അവരെല്ലാം തന്നെ മാറ്ററാണ്. അതായത് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു കോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വിചാരിക്കേണ്ട സ്ഥലത്തോട്ട് വിചാരിക്കുന്ന ടൈമിൽ കൊണ്ടുപോയി അതായത് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ പറ്റും. ഇതേ പ്രശ്നം ഇന്ത്യക്കും ഉണ്ട്. പക്ഷേ ഇന്ത്യ അറ്റാക്ക് ചെയ്യുമെന്ന് ഇതുവരെയും ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള ഉറപ്പുണ്ട്. അതായത് അവരിങ്ങനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇത്ര മണിക്കൂർ എടുക്കും, അതുകൊണ്ട് തന്നെ നമുക്കത് ഡിസ്ട്രോയ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പേടിക്കാതെ നിൽക്കുന്നതും. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഈ അതായത് മിനിസ്റ്റേഴ്സ് എല്ലാം വലിയ വീരവാദം ഇളക്കുന്നതും അതായത് സോഷ്യൽ മീഡിയയിലുള്ള കുറെ പൊട്ടന്മാരെല്ലാം ചലിക്കുന്നതും. കാരണം ഈ ഒരു ഇത്രയും മണിക്കൂറുകൾ ഉണ്ടെങ്കിൽ ഈ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് അവരുടെ എല്ലാ ഫെസിലിറ്റീനും ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ അടുത്ത് ഇന്ന് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അണുവായുധത്തിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് പാകിസ്ഥാനെ കൊണ്ട് ടെക്നിക്കലി അങ്ങനെ ഇന്ത്യ അറിയാതെ ഡ്രോപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.